വീട്ടിൽ ഓരോരോ ഏജൻസികളും കൊണ്ടുപോകുന്നുണ്ട്. അവസാനം അവർ പറയും ഇപ്പോൾ അവരെടുക്കുന്നില്ല പറക്കുന്നില്ല എന്ന് പറയും. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും വിചാരിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജർമ്മനിയിൽ എത്തിയത് ഏത് ഏജൻസി വഴിയാണ്, ഇല്ലെങ്കിൽ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഞാൻ എവിടെ ചെയ്യാൻ കൊടുത്ത് എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ്, ഇതൊരു സ്റ്റോറി പോലെ ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഒരു ടോപ്പിക്കായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി സ്കാം നടക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ തുടക്കത്തിൽ 50,000 രൂപ അഡ്മിഷൻ ഫീസ് പോലെ മേടിച്ച് പറ്റിക്കപ്പെടുന്നു. ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുള്ളൂ. ആൾക്കാരിൽ നിന്ന് പറ്റിക്കപ്പെടുന്നു. പിന്നെ 3-4 മാസം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നീട്ടി ഓരോരോ ഏജൻസികളും കൊണ്ടുപോകുന്നുണ്ട്. അവസാനം അവർ പറയും ഇപ്പോൾ അവരെടുക്കുന്നില്ല പറക്കുന്നില്ല എന്ന് പറയും. അപ്പം പിന്നെ ഞാനിത് പറയുന്നത് ഒരു പ്രമോഷനായിട്ട് നിങ്ങൾ വിചാരിക്കുകയോ ചെയ്തത്. കാരണം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കണ്ടിട്ട് തന്നെ ഞാനും വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഇനി കയറി വരാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അത് യൂസ്ഫുള്ളാണ്. കാരണം ഞാൻ ചെയ്ത ഏജൻസി എനിക്ക് അത്രമാത്രം ട്രസ്റ്റാണ്. അപ്പം കാരണം ഞാനിവിടെ വന്നു, എൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം മേടിച്ചിട്ട് പോലും നമ്മളെ പറ്റിച്ചിട്ടില്ല. നമ്മളിവിടെ കൊണ്ടുവന്നു, നമ്മളിവിടെ ആക്കാൻ വരെ ഓരോരുത്തർ വന്നു. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ട്രസ്റ്റാണ്. അപ്പം അത് ഇനി വരാൻ നിൽക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പം നമുക്ക് എന്താണെങ്കിലും അപ്പം നിങ്ങൾ പറ്റിക്കപ്പെടാൻ നിൽക്കരുത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ. നമുക്ക് എന്താണ് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എവിടെ ആയിരിക്കും പ്രോസസ്സിങ്ങിനൊക്കെ എടുക്കാൻ ചാൻസ് എന്നല്ലേ. അപ്പം ഞാൻ തന്നെ പറയാം, ഞാൻ പഠിച്ചത് A1 തൊട്ട് B2 വരെ പഠിച്ചത് ACC തന്നെ. അപ്പം അവിടെ തന്നെയാണ് ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങും കൊടുത്തത്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലായിലാണ്, നമ്മുടെ കോട്ടയം പാലായിലാണ്. നമ്മുടെ ഭരണങ്ങാനം പള്ളിയുടെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കേട്ടോ ACC ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർക്ക് ഗുരുകുലയും ഹോസ്റ്റലിൽ നിന്ന് അങ്ങനത്തെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലേഡീസിന് മാത്രമല്ല ബോയ്സിനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ കൊടുത്തെന്ന് പറയുമ്പം മാസമൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും 1 ഇയർ ലാഗ് എനിക്ക് എടുത്തു. ലാഗ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് നമ്മുടെ ജർമ്മനിയിൽ നിന്ന് FSCയിലെ BFT പിള്ളേരെ എടുക്കുന്നത് അങ്ങ് നിന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 2 ഇൻടേക്കിലേക്ക് പിള്ളേരെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താ ചിലപ്പോൾ ഇവിടെ ആൾക്കാർക്ക് കിട്ടിയത് കൊണ്ടാണോ ആ ഒരു സമയത്ത് ഇവിടെ FSC ചെയ്യണം, അതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭൂരിഭാഗവും കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഏതെങ്കിലും നല്ല ഒരു 10 ഹോസ്പിറ്റൽസ് സ്ഥിരം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൊടുക്കുന്നവരുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിള്ളേരെ കയറ്റി വിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സമയത്ത് FSCയും BFTയും വേണ്ടാന്ന് തോന്നും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം എനിക്ക് 2 മൊഡ്യൂളേ ഉള്ളൂ. ഇനി എങ്ങാനും കിട്ടുവാണെങ്കിൽ പോലും 4 മൊഡ്യൂൾ വേണം. എനിക്കാണെങ്കിൽ 4 മൊഡ്യൂളും ഇല്ല, എനിക്ക് 2 മൊഡ്യൂളുള്ളൂ. അപ്പോൾ ഈ 2 മൊഡ്യൂൾ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് വന്നു. അതാണ് 1 ഇയർ ലാഗ് വന്നത്. എന്താണെങ്കിലും 1 ഇയർ അല്ലെങ്കിൽ ഇച്ചിരി നാൾ വെയിറ്റ് ചെയ്താൽ പോലും 2 മൊഡ്യൂൾ എനിക്ക് കിട്ടി. പിന്നെ പ്രോസസ്സിങ് ഫീസായിട്ട് നമ്മൾ കൊടുത്തു. ഫീസ് കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ അച്ഛൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ വന്നു മാർച്ചൊക്കെ ആയപ്പോഴത്തേക്കും. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സൊക്കെ ആയി. പിന്നെ ഓരോ കാര്യങ്ങളും മീൻസ് അടുത്തത് ഇനി നമ്മൾ ഇപ്പോൾ അറ്റസ്റ്റേഷന് കൊടുക്കാനാണെങ്കിൽ അച്ഛൻ പറയും അറ്റസ്റ്റേഷന് കൊടുക്കണം, ഇന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലിടും. നമ്മളതെല്ലാം ചെയ്ത് സെറ്റായി കഴിയുമ്പോൾ അച്ഛൻ പറയും ഇനി അടുത്ത ട്രാൻസ്ലേഷനാണ്, അത് ഇന്നടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. നമ്മൾ സെൽഫായിട്ട് വേറൊരു ഏജൻസി പോയി അന്വേഷിക്കേണ്ട ആദ്യത്തെ കാര്യമില്ല. അച്ഛൻ തന്നെ നമുക്ക് പറഞ്ഞുതരും ഇന്നടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ മതി, നമ്മുടെ പിള്ളേർക്ക് മീൻസ് ഇവിടെ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ എപ്പോഴും ചെയ്യുന്ന അവിടെയാണ്. അപ്പം എന്നൊക്കെ പറഞ്ഞു തരും. നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പം നമുക്ക് വേറെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പറ്റിക്കപ്പെടും നമ്മൾ പേടിക്കണ്ട. പറ്റിക്കപ്പെടും എന്നുള്ള വാക്ക് കുറേ നേരമല്ലേ പറയാനായിട്ട്. എന്നാണെങ്കിലും കയ്യിൽ നിന്ന് പോകത്തില്ല, നമുക്ക് ഓർക്കാം. അപ്പം അങ്ങനെ നമുക്ക് പിന്നെ CV, മോട്ടിവേഷൻ ലെറ്റർ, പിന്നെ നമ്മുടെ വിസയുടെ VFSൻ്റെ കാര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെവിടാ കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ ഏത് ഏജൻസിയിലെ കൊണ്ടേ കൊടുക്കണ്ടേ. കാരണം അച്ഛൻ അറിയില്ലാത്ത, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അറിയില്ലാത്ത സ്ഥലത്ത് ഏത് ഏജൻസിനെ കൊണ്ട് ഏൽപ്പിക്കില്ല. അച്ഛൻ ഇത്രയും വർഷമായിട്ടും ആ ഒരു സ്ഥാപനം തുടങ്ങിയ പിന്നെ എപ്പോഴും കൊടുക്കുന്നിടത്തും പിന്നെ അച്ഛനോട് ട്രസ്റ്റ് ഇല്ലാതെ എവിടെ കൊണ്ട് കൊടുക്കത്തില്ലല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊരു മോശമാണ്, പിള്ളേരുടെ നിന്ന് പൈസ തട്ടിക്ക്. അപ്പം അതുകൊണ്ട് അത്രയും ട്രസ്റ്റായിട്ട് തന്നെയാണ് ഓരോ സ്ഥലത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ BFSൻ്റെ കാര്യമാണെങ്കിലും നല്ലൊരിടത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഡേറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം ഇന്ന ആൾക്കാരെ വിളിക്കണം, അവർ നമുക്ക് ഡേറ്റ് എടുത്ത് തരും. അങ്ങനത്തെ കാര്യങ്ങൾ 1 തൊട്ട് 10 വരെ കാര്യങ്ങളും A to Z വരെ നമുക്കവർ ചെയ്തു തരും, ഇല്ലെങ്കിൽ പറഞ്ഞു തരും നമ്മളതുപോലെയൊക്കെ ചെയ്താൽ മതി.
അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഫുൾ പേപ്പർ വർക്ക് നമ്മൾ പോയി പറയുന്നിടത്ത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊന്നും നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുക്കുകയൊന്നും വേണ്ട അസിസ്റ്റന്റ്, നമ്മൾ ചെയ്യുന്നിടത്ത് മാത്രം കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് എക്സ്ട്രാ ആളായിട്ട് പൈസ മേടിക്കുകയൊന്നുമില്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രോസസ്സിങ് ഫീസ് എത്രയാണോ അത് നമ്മൾ കൊടുക്കാതെ ഉള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി ആ പേപ്പർ വർക്ക് ഞാൻ ചെയ്തു തന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് എനിക്ക് എടുത്തു പറയേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഫുൾ പേപ്പർ വർക്ക്. ഞാൻ ജർമ്മനിയിൽ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഇന്ത്യ ടു ജർമ്മൻ വ്ലോഗ് തന്നെ എടുത്തതിനകത്ത് നിങ്ങൾക്ക് കാണാം. എന്താണ് നമ്മുടെ കൂടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ അച്ഛൻ വരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റിന് ജർമ്മനി വരെ. അപ്പം അത്രയും ട്രസ്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഓർഗനൈസേഷൻകാർ ബസ്സിന് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് വരെ ഞങ്ങൾ ആക്കി തന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സിസ്റ്റർമാർ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി വന്നവരല്ല, അവർ ഓപ്പോസിറ്റ് വേറെ ബോർഡിങ്ങിലെ പിള്ളേരുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ മലയാളി പിള്ളേരായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻകാർ എന്തെങ്കിലുമൊക്കെ പറയുകയാണ് ആണെങ്കിൽ അവരോട് ഒരു കോണ്ടാക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അത്ര ലാംഗ്വേജ് ഇല്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഇവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ. എന്നുവെച്ചാൽ നമുക്ക് കയറ്റി വിട്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പേടിക്കണ്ടേ. ഇപ്പോൾ ഒരു 1 ഇയർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ആണ് ഇന്ന സ്ഥലം ഇവിടെ ആണെന്നൊരു കുറച്ചെങ്കിലും അറിയാം. പക്ഷെ നമ്മളൊന്ന് ഓർത്ത് നമ്മൾ നാട്ടിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞിട്ട് ഏത് വണ്ടിയിൽ കയറും എന്നാന്നൊരു തന്നെ ഒരു ഏജൻസി കയറ്റി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും? ഇല്ല, ഭയങ്കര പാടായും. ചിലപ്പോൾ ചെയ്യുന്നവർ കാണും, നല്ല കോൺഫിഡൻസോടെ സെൽഫായിട്ട് കയറി വരുന്നവർ കാണും, ഇല്ലെന്നല്ല. ഇപ്പം എൻ്റെ ഒരു സ്ഥിതി വെച്ച് കഴിഞ്ഞാണെങ്കിൽ എനിക്ക് എങ്ങോട്ട് പോകണം, അതൊക്കെ ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട്, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഓർത്ത് ഞാൻ ഒരു ബബ അടിക്കുന്ന അവസ്ഥ വരും. പക്ഷെ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു കുറച്ചാൾ കൂടുമ്പോഴത്തേക്ക് അച്ഛൻ്റെ മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂളെ മാറണേ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും അച്ഛന് ഇടയ്ക്ക് നമുക്ക് മീറ്റിംഗ് ഒക്കെ വിളിച്ച് ചെയ്തു തരുന്നു. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പോകുന്ന ഏജൻസ് അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്കൊരു ബെറ്റർ തന്നെയാണ്. അപ്പം നിങ്ങൾ പഠിക്കാൻ പോകുന്ന പിള്ളേരാണെങ്കിലും പുറത്തുനിന്ന് പിള്ളേരെ കയറ്റിക്കൊണ്ടുവരുന്ന പ്രോസസ്സിങ് ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ലാത്ത കാര്യം. എനിക്ക് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. അവിടെ പഠിക്കുന്ന പിള്ളേർക്കാന്ന് തോന്നുന്നു അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് ചെയ്തു കൊടുക്കും. പുറത്തുനിന്നുള്ള പ്രോസസ്സിങ്ങിന് തന്നെ കയറി വന്ന് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അത്ര അറിയത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ തീരുമാനിക്കുക, കാരണം പറ്റിക്കപ്പെടരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായവും പ്രോസസ്സിങ് കാര്യങ്ങളും പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താണെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പറും ഡീറ്റെയിലും ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. വേണ്ടതൊക്കെ കൂടെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ വരുന്നില്ലേ. എല്ലാവർക്കും ബൈ.